ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ ആ കൂട്ടത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം. എന്നിട്ട് വൈകിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ചെയ്യാമല്ലേ? ലെറ്റ് സ്റ്റാർട്ട്. പോകുന്നതിന് മുന്നേ നമുക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം എടുക്കണം. സോ അപ്പോൾ പറഞ്ഞു വന്ന പോലെ നമുക്ക് ഇന്നൊരു ക്ലയൻറ്റുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ സോഫ്റ്റ് ബോക്സ് ഒരു ക്ലയൻറ്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് ഏജൻസിയുടെ പരിപാടികൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആക്ച്വലി നമ്മൾ ഓൾറെഡി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് ഒന്ന് കുറച്ച് റിന്യൂഡ് ആയിട്ട് നമ്മളൊരു മീഡിയ പ്രൊഡക്ഷൻ ഏജൻസി കുറെ കൂടെ കോണ്ടന്റിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. സോ അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഹയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും മോഡൽസോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ പ്രസൻറ്റേഴ്സോ ഗ്രാഫിക് ഡിസൈനേഴ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. അല്ലെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ അത്രേ ഉള്ളൂ, നമുക്ക് ടൈം ഇല്ല. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇത് നമ്മൾ രണ്ട് കാര്യത്തിനായിട്ടാണ് പോകുന്നത്. ഒന്ന്, നമുക്ക് ഒരു ക്ലയൻറ്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. രണ്ട്, എനിക്കല്ലാതൊരു പേഴ്സണൽ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബിസിനസ് മീറ്റിംഗ് പോകണം, അതുമായിട്ടൊന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യണം. ആദ്യം എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു മീഡിയ പ്രൊഡക്ഷൻ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മേ ബി നെക്സ്റ്റ് വീക്ക്, മേ ബി ദിസ് വീക്ക്. സോ അതാണ് അപ്ഡേറ്റ്. ഓൾറെഡി ഞാൻ ഫ്രീലാൻസിങ് ആയിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടൊരു മീഡിയ പ്രൊഡക്ഷൻ ഏജൻസി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തുകൂടാ, കണ്ടന്റ് ക്രിയേഷനിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് നമ്മളിപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാ ജേണിയും നമ്മുടെ ഫുൾ അപ്ഡേറ്റും ഇവിടെയും ഇൻസ്റ്റാഗ്രാമിൽ വരയ്ക്കാം. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ ഫോളോ. അപ്പം അങ്ങനെ ഇന്നത്തെ മീറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ശരിക്കും ടയേർഡാണ്. ആക്ച്വലി ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഞാൻ മാക് ബുക്കിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിലൊന്നും ഇപ്പം 2-3 ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എല്ലാം മാക് ബുക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എനിക്കിതാണ് കുറേ കൂടെ കുറേ കൂടെ എളുപ്പം ഷൂട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:15 രാത്രിയിൽ. അപ്പോൾ ഇനി കുറച്ച് ക്ലയൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, ഐ മീൻ അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഫുഡ് കഴിക്കണം. ഞാൻ ഓൾറെഡി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടൊരു 4 o'clock ടൈമിൽ വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ആവശ്യത്തിന് പുറത്തൊക്കെ പോയി. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും ടയർഡാണ്. സോ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരാം. സോ അപ്പം കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട്. ഇന്നത്തെ മീറ്റിംഗ് ദാറ്റ് വാസ് നൈസ്. മിക്കവാറും ഞാനപ്പോൾ ഏജൻസിയുടെ കാര്യം പറഞ്ഞില്ല, അത് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ മിക്കവാറും ബാക്കി പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ നാളെ എനിക്ക് ട്രിവാൻഡ്രം പോകണം, ഒരു ക്ലയൻറ്റിൻ്റെ ഷൂട്ട് ഉണ്ട്. അതിന് കുറച്ച് കോണ്ടന്റ്സ് കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, അതെല്ലാം ഒന്ന് റെഡിയാക്കണം. അതുപോലെ ഞാൻ എങ്ങനെ എൻ്റെ ഡേ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ പ്ലീസ്. സോ എൻ്റെ എൻ്റെ ഡേ ഷെഡ്യൂൾ ചെയ്യുന്നത് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കും. സോ ഇപ്പോൾ ഇന്നത്തെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, കോണ്ടന്റ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് റീൽ ഷൂട്ട്, കോണ്ടന്റ് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഇനി റീൽ ഷൂട്ട് ഉണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെറ്റാഡ്സിൻ്റെ അനലിറ്റിക്സ് നോക്കാണ്ട് പിന്നെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇതുപോലൊരു ബുക്ക് ഉണ്ട്, നോട്ട് പാഡ് പോലത്തെ, ഇതിനകത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ എൻ്റെ കോണ്ടന്റ്സ്, എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ മതി. സോ അത് ഞാൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടന്റ്സ് വേണം, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളുമായിട്ട് റിസർച്ചുകളും എല്ലാം ഈ ബുക്കിനകത്ത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ക്ലയൻസിൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ബുക്ക്. ഇത് കാലിയല്ല, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും എല്ലാമാണ് ഞാൻ ഈ ഒരു ബുക്കിൽ, ഈ ഒരു ഡയറിയിൽ ഇത് ക്ലീൻ ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. സോ ഇതിനകത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും വന്നല്ല, ഇൻസ്റ്റാഗ്രാമായിട്ടൂടെ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏജൻസി റിലേറ്റഡ് ഡു ഫോളോ. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഐ ഹാവ് നോ ഐഡിയ ഹൗ മച്ച് യു ക്യാൻ സീ ദിസ് പേജ്. സോ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി പരിപാടി. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് തീർക്കണം. സോ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നാളെ ഒരു ക്ലയൻറ്റിൻ്റെ ഷൂട്ട് ഉണ്ട്. നാളെ രാവിലെ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണം. ഒരു 10-15 വീഡിയോയുടെ ഐഡിയാസ് നമ്മൾ ചെയ്തുകൊണ്ട് വേണം പോകാൻ. അതാകുമ്പോൾ അവിടെ ചെന്നിരുമ്പോൾ ലാഗ് വരത്തില്ല. അപ്പം മാർക്കറ്റിംഗ് ഏജൻസി ഒക്കെ റൺ ചെയ്യാൻ
പ്ലാൻ ചെയ്യുന്ന ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പം ഒരു 10-30 വീഡിയോ ഒരു മന്തിലേക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം പോവുക, മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്യുക, തിരിച്ചു വരിക. അന്നേരം നിങ്ങൾക്ക് ഒത്തിരി പണി കുറെ കൂടെ കുറഞ്ഞു കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പതിയെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. വെറുതെ ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഷൻ നമുക്ക് ഇവിടെ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 10:30 ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എൻ്റെ പേഴ്സണൽ റീല് അതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ടൈമാണ്. ഇന്നിപ്പോൾ യൂട്യൂബ് വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യണം. ഞാൻ രാത്രി അപ്ലോഡ് ചെയ്യും, എന്നിട്ട് ഷെഡ്യൂൾ ചെയ്ത് നാളത്തേക്ക് ഇടും പോസ്റ്റ് ആവാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യണം. അതിനിപ്പോൾ റീല് ഷൂട്ട് ചെയ്യാം. അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യും. കാരണം കോണ്ടന്റ്സ് എല്ലാം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇതിനകത്ത് വെക്കും. എനിക്ക് ഐഡിയാസ് വരുമ്പോഴെല്ലാം ഞാൻ ഈ നോട്ട് പാഡിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഫോണിലെ നോട്ട് പാഡിനകത്തോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേക്ക്. എനിക്കൊരു ഐഡിയ കിട്ടുമ്പോഴും ഞാൻ എന്നെ തൊട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടും. സോ ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ മെറ്റാ ആഡ്സിൻ്റെ അനാലിറ്റിക്സ് നോക്കണം. അത് ക്ലയൻസിൻ്റെ ആണ്, അല്ലാതെ എൻ്റെ ഒന്നുമല്ല. ഞാൻ അങ്ങനെ പേഴ്സണലി ആഡ്സ് ഒന്നും റൺ ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ റൺ ചെയ്യും. മെറ്റാ ആഡ്സിൻ്റെ അനാലിറ്റിക്സ് നോക്കണം. ക്ലയൻസിൻ്റെ ലീഡ്സ് ഒക്കെ റണ്ണിങ് ആയിരിക്കും ഓൾറെഡി ആഡ്സിനകത്ത്. അപ്പോൾ ആഡ്സ് റണ്ണിങ് ആയിരിക്കും. സോ അതിൽ നിന്ന് വരുന്ന ലീഡ്സ് എടുത്തിട്ട് ക്ലയൻസിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈം 11:30, 12 o'clock ഈ ടൈമിലാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി നോക്കണം. അതെല്ലാം അങ്ങോട്ട് എടുത്ത് നമ്മൾ ഡൗൺലോഡൊക്കെ ചെയ്ത് പ്രോപ്പർ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കിടക്കുന്നത് ഒരു 12:30, 1 o'clock ടൈമിലാണ് നോർമലി. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോസ്റ്റ് ചെയ്തങ്ങ് ഇട്ടേക്കും, അപ്ലോഡ് ചെയ്ത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടേക്കും. ആ ടൈമിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ റീച്ചും അതുപോലെ തന്നെ അനലിറ്റിക്സും കാര്യങ്ങളും എല്ലാം ഞാൻ ആ സമയത്ത് തന്നെ രാത്രിയിൽ ഇരുന്ന് തപ്പി മീൻസ് എന്താ റെഡിയാക്കും. അത് ജസ്റ്റ് റെഡിയാക്കാനൊന്നുമില്ല, നമ്മളിങ്ങനെ ഒന്ന് നോക്കി വെള്ളം ഇറക്കും. അല്ല എന്താ പറയാ, അത് നമുക്ക് റീച്ച് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നമ്മൾ സെറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നോർമലി ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നൈറ്റ് ഞാൻ പറഞ്ഞില്ല 12:30, 1 o'clock ആ ടൈമിൽ കുറച്ച് നേരം റീൽസ് ഇട്ടുകൊണ്ടും പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കും. സോ അങ്ങനെയൊക്കെ ഇരുന്ന് പരിപാടികളൊക്കെ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് നോർമലി കിടക്കുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം സാധാരണയായി പോകുന്നത്. പിന്നെ ഈ ഷൂട്ടുള്ള ദിവസം, അതായത് എസ്പെഷ്യലി നാളെ ആയിരിക്കും ഒരുപാട് ടയേർഡായി ഒരു വഴിയായിട്ടായിരിക്കും നമ്മൾ വൈകിട്ട് വീട്ടിൽ വരുന്നത്. നാളെ പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണത്തില്ല. ചിലപ്പോൾ മൂടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസ് എടുക്കും. ഇതാണ് നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഭയങ്കര പാടായിരിക്കും, കാരണം നമ്മൾ ഒത്തിരി ടയേർഡായിട്ടായിരിക്കും വരുന്നത്. സോ അത്രയൊക്കെയാണ് നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ please subscribe for more. എന്തെങ്കിലും doubts related to these subjects, let me know in the comments. I will give you a reply. I hope you enjoyed this video. So see you, bye bye.